Ananas vlog. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖായിട്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മീഷോ ഹോളാണ്. ഒരു ഹ്യൂജ് ഹോളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ മീഷോ ഡ്രസ്സസിന്റെ കൂടെ തന്നെ കുറച്ച് മിന്ത്രയിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുള്ള എഫോർഡബിൾ പ്രൈസിൽ നല്ല ഗുഡ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഡ്രസ്സസ് കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുള്ള കുറേ ഇല്ല ഒരു ഡ്രസ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് അടിപൊളിയായിട്ടുള്ള നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് തോന്നിയതുകൊണ്ട് അതും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താലേ ഞാനിങ്ങനെ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. കൂടാതെ ഞാൻ എല്ലാത്തിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഞാനിങ്ങനെ പ്രൈസ് ഇങ്ങനെ സംതിങ് എന്നാണ് പറയാറ്, അതായത് ഇപ്പോൾ 300 സംതിങ്. അപ്പോൾ കറക്റ്റ് ഇവിടെ എഴുതി വെച്ചതിനോട് തന്നെ എനിക്ക് കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പറ്റും. ഓൾസോ സൈസും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ചില ഡ്രസ്സസൊക്കെ സൈസ് നിങ്ങൾ അങ്ങനെ നോക്കിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഓക്കെ, ഫസ്റ്റ് മീഷോ ഡ്രസ്സസ് തന്നെ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോവാം. സോ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു കുർത്തിയാണ്. ഈ ഒരു മെറൂൺ വിത്ത് ഒരു ചിക്കൻകാരി കുർത്തിയാണ് കേട്ടോ. മെറൂൺ ചിക്കൻകാരി കുർത്തിയാണ്. വൈറ്റ് എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. കാഷ്വലായിട്ട് വെയർ ചെയ്യാനൊക്കെ അടിപൊളിയാണ്. സോ ഇത് ഇട്ടാൽ തന്നെ പ്രത്യേക ഒരു ലുക്ക് ആയിരിക്കും. നമുക്ക് കാഷ്വലായിട്ട് പുറത്ത് പോകുന്ന സമയത്തൊക്കെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പുറത്ത് പോകുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു കുർത്തിയും വിത്ത് ഒരു ലൂസ് ഫിറ്റ് ജീൻസൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ, ഒരു ബാഗി ഫിറ്റ് ജീൻസൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. ഭയങ്കര ഒരു ലുക്ക് ആയിരിക്കും. നമ്മളെ ലുക്ക് നന്നായിട്ട് ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. സോ ഇങ്ങനത്തെ കുർത്തീസൊക്കെ 2-3 എണ്ണം കളർ വാങ്ങിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. സോ ഞാനിപ്പോൾ അങ്ങനെ വാങ്ങി വെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു മെറൂൺ ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. നല്ല റയോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള റയോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. എൻഡിലും ആ ഒരു സെയിം എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്തും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. 2 ഭാഗത്തും സ്പ്ലിറ്റ് വരുന്നുണ്ട്. ബാക്കിലും പ്ലെയിൻ ആണ്, വർക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നെക്കും എല്ലാം അതിൻ്റെ ഒരു മൊത്തത്തിൽ നമുക്ക് ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നുന്ന സംഭവം. സോ ഇതിൻ്റെ പ്രൈസും സൈസും പറഞ്ഞുതരാം. പ്രൈസ് വന്നിട്ടുള്ളത് റെഡ് കുർത്തീൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 395 റുപ്പീസാണ്. എക്സൽ ആണ് സൈസ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി, കറക്റ്റ് ഫിറ്റിൽ വന്നോളൂ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്രോഡക്റ്റ്. നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് 2 കോഡ്സെറ്റ് ആണ്. മീഷോന്ന് ട്രൈ ചെയ്തിട്ടുള്ള 2 കോഡ്സെറ്റ് ആണ് അടുത്തത് കാണിച്ചു തരുന്നത്. സോ ഈ 2 കോഡ്സെറ്റ് ആണ് കാണിച്ചു തരുന്നത്. ഓക്കെ, രണ്ടും ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സിൽ ചൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രൈസും സൈസും ഒക്കെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ കോളേർഡ് നെക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ബട്ടൺസ് നമുക്ക് ഇങ്ങനെ ഒരു ബട്ടൺ മാത്രം നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അല്ലാതെ ഇങ്ങനെ ബട്ടൺസ് ജസ്റ്റ് ഒരു ഇതുപോലെ വരുന്നേ ഉള്ളൂ, ബട്ടൺസ് ഒന്നും വരുന്നില്ല കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഫ്രില്ല് പോലെ ഉള്ള ഒരു ഷോർട്ട് ഫ്രോക്ക് പോലെ ഒരു ഫ്രില്ല് പോലെയൊക്കെയാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത് എലാസ്റ്റിക് ആണ്. ഒരു പാരലൽ ഫിറ്റിലാണ് പാൻറ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. ക്രേപ്പാണ് മെറ്റീരിയൽ, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്രേപ്പ് മെറ്റീരിയലാണ്. സോ അതിൻ്റെ സെയിം പാറ്റേണിൽ സെയിം ഡിഫറെൻറ്റ് കളറിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇത്. ഇതിൻ്റെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നോക്കിയാൽ കുറച്ച് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള 2 എണ്ണമാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ 2ൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ ഇതിൻ്റെ ഡീറ്റെയിൽസും സെയിം തന്നെയാണ്, അതുകൊണ്ട് അങ്ങനെ പറയണമെന്നിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇതാണ് നമ്മൾ അടുത്തത്. 2ഉം ഞാൻ ഇട്ട് വെയർ ചെയ്തിട്ടുള്ള ക്ലിപ്സ് 2 സൈഡിലും ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത ആ ഒരു കോൺസെപ്റ്റ്. സോ ഇതിൻ്റെ പ്രൈസും സൈസും പറഞ്ഞുതരാം. സൈസ് എനിക്ക് തോന്നുന്നു എക്സൽ എന്നാണ് എടുത്തിട്ടുള്ളത്. 447 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ആ ഒരു 450 അണ്ടർ 450 ആ ഒരു ഏകദേശം പറയണമെങ്കിൽ 450 റുപ്പീസാണ്. ആ ഒരു 447 റുപ്പീസിന് എന്തുകൊണ്ടും വെർത്താണ് ഈ 2 കോൺസെപ്റ്റും. അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ക്രേപ്പ് മെറ്റീരിയൽ ആണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. വേണ്ടവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു കോൺസെപ്റ്റ്. സോ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ടീഷർട്ട് ഡ്രസ്സാണ് നെക്സ്റ്റ് കാണിച്ചു തരുന്നത്. ഇത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് സൈസ് എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാനിതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ക്ലിപ്പ് സൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. റൗണ്ട് നെക്കാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ട്രൈ ചെയ്തിട്ടുള്ളത്.
സോ ഇത് അത്യാവശ്യം ഒരു ടീഷർട്ട് ഡ്രസ്സാണ് കേട്ടോ. നല്ല സ്ലീവൊക്കെ അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു സൈസിലും അപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് എൻ്റെ നോർമൽ സൈസ് XL ആണ്. സോ ഞാൻ എടുത്തിട്ടുള്ളത് XXL ആണ്. സോ അങ്ങനെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സ്ലീവ് ആണെങ്കിലും ആ ഒരു ഫിറ്റിംഗ് ആണെങ്കിലും എല്ലാം നല്ല കംഫർട്ടബിൾ ആയിട്ട് ആ ഒരു ഓവർ സൈസ്ഡ് ലുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. സോ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുക. നിങ്ങളെ സൈസിലും അപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നല്ല ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു ടീഷർട്ട് ഡ്രസ്സ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 435 റുപ്പീസാണ്. ഓക്കെ, 435 റുപ്പീസിന് എന്തുകൊണ്ടും വേർത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ചിങ്ങനെ കയറിയിട്ടാണ്, നെക്ക് ഇങ്ങനെ ഹൈ നെക്കല്ല, എന്നാലും നമുക്ക് ഭയങ്കര വൈഡായിട്ടൊന്നും വരില്ല. അത്യാവശ്യം കയറിയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. ഓക്കെ, സ്ലീവ് ആണെങ്കിലും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ നമ്മൾ പിക്ചറിൽ കാണുമ്പം ഇത് ലൈക്ക് വലിയൊരു ഭംഗി തോന്നുന്നില്ല കേട്ടോ. പക്ഷെ ഞാനിതിൻ്റെ സൈസ് ഒന്ന് അപ്പ് എടുത്തപ്പോൾ അത് സ്റ്റൈൽ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. 435 റുപ്പീസിന് അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. സോ എടുക്കുന്ന സമയത്ത് ഒരു സൈസ് അപ്പ് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഡ്രസ്സ്. അപ്പോൾ അടുത്തത് കാണിച്ചു. ഓക്കെ, നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എഗെയിൻ ഒരു ടീഷർട്ട് ഡ്രസ്സാണ്. ഞാൻ മിന്ത്രയിൽ ട്രൈ ചെയ്തിട്ടുള്ള ഒരു ടീഷർട്ട് ഡ്രസ്സാണ്. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ടീഷർട്ട് ഡ്രസ്സസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുമോയെന്ന്. അപ്പോൾ ഇത് ഭയങ്കര ട്രെൻഡി ആയിട്ട് വന്നിട്ടുള്ള ഒരു ടീഷർട്ട് ഡ്രസ്സാണ്. സോ ഇത് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ളത് സ്ട്രൈപ്ഡ് ആയിട്ട് വരുന്നതാണ്. സോ ഇത് നമ്മൾ കാണിക്കുന്നത് സോളിഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അടിപൊളി ടീഷർട്ട് ഡ്രസ്സാണ്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. സസഫ്രാസ് എന്ന് പറയുന്നതാണ് ബ്രാൻഡ് നെയിം വന്നിട്ടുള്ളത്. സസഫ്രാസിൻ്റെ ഒക്കെ ബ്രാൻഡ്സ് നമുക്ക് നല്ല അഫോർഡബിൾ പ്രൈസിൽ മിന്ത്രയിൽ നിന്ന് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ടോക്കിയോ ടോക്കീസ് ഇതൊക്കെ അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്നതാണ്. സോ ഇതാണ് നമ്മൾ ഇപ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ജസ്റ്റ് 750 റുപ്പീസേ വരുന്നുള്ളൂ. ഇതൊരു കാരമൽ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ബ്ലാക്ക് ഉണ്ട്, ബേസിക് ആയിട്ടുള്ള ഷെയ്ഡാണ്. ബ്ലാക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു ഗ്രേ കളർ വന്നിട്ടുണ്ട്. അതേപോലെ ഒരു ക്രീം, ഒരു ഐവറി വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്രീം ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 4 എണ്ണം വന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾ എന്തായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഇതിൻ്റെ സൈസ് എടുക്കുന്ന സമയത്ത് ഒന്നും ശ്രദ്ധിക്കേണ്ട. ഇതൊരു ഓവർ സൈസ്ഡ് ഫിറ്റിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ, പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങളെ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. അത് അത്ര ഓവർ സൈസ്ഡ് ആയിട്ടല്ല വരുന്നത്. പക്ഷെ നമ്മൾ സൈസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് ഒരു ഓവർ സൈസ്ഡിൽ ഫിറ്റിൽ വരും. അപ്പോഴായിരിക്കും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുക, ആ ഒരു സ്ട്രൈപ്ഡ് ആയിട്ട് വരുന്നത്. പക്ഷേ ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിൽ വരും. ഓവർ സൈസ്ഡ് ആയിട്ട് അപ്പ് സൈസായിട്ട് എടുക്കണ്ട. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അടിപൊളിയാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. നിങ്ങൾ നോർമൽ സൈസ് എടുത്താൽ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. ഓവർ സൈസ്ഡ് ഫിറ്റിലാണ് വരുന്നത്. എടുത്തെടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ടീഷർട്ട് ഡ്രസ്സസൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ് എല്ലാവർക്കും ഏതാണ് സൈസ് എടുക്കേണ്ടത് എന്നുള്ളത്. ഈവൻ ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. എല്ലാം നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് വരില്ല. അപ്പം ഞാനിപ്പോൾ എനിക്കിത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് സൈസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഓൾറെഡി പറഞ്ഞു, 750 റുപ്പീസാണ്. സോ സൈസ് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളെ ടീഷർട്ട് ഡ്രസ്സ്. അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. മിന്ത്രയിൽ നിന്നാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. സോ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എഗെയിൻ നമ്മൾ മീഷോന്ന് ട്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു കോഡ് സെറ്റ് എന്ന് പറയാം, ഒരു കുർത്തി സെറ്റ് എന്നും പറയാം. ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ്. സോ ഇത് നമുക്ക് കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യുന്നതിലും നമുക്ക് വേണമെങ്കിൽ ഒരു ഫംഗ്ഷനും ഇത് പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റാണ്. ജോർജറ്റാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. സോ ഇതിനൊരു ക്ലോസർ ഷോട്ട് കാണിച്ചു തരാം. നല്ല അടിപൊളി സംഭവം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഇതിൻ്റെ വേറെയും ഒരു പീകോക്ക് ബ്ലൂ എങ്ങാനും അവൈലബിൾ ആണ്. അപ്പോൾ എന്തായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. സോ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. സ്ട്രൈപ്ഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്, ബാക്കിലും പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കിലൊരു റോപ്പ് വരുന്നുണ്ട്. സോ ഒരു അനാർക്കലി കുർത്തി ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. സ്ലിറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം പ്ലെയർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ പാൻറ് വന്നിട്ടുള്ളത് സിഗരറ്റ് ഫിറ്റിലാണ് പാൻറ് വന്നിട്ടുള്ളത്. വിത്ത് എലാസ്റ്റിക് ആണ് വരുന്നത്. ഓക്കെ, സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു ഇന്നർ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഫംഗ്ഷന് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇന്നർ ഇടുന്നതിലും കുറച്ചുകൂടി നിങ്ങൾക്കിത് പ്രശ്നമാണെങ്കിൽ, ട്രാൻസ്പാരൻ്റ് ആ ഒരു സീത്രൂ മെറ്റീരിയൽ കുഴപ്പമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു മെറ്റീരിയൽ സെയിം ഒരു മെറൂൺ ഷെയ്ഡ് എടുത്തിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി സ്ലീവിൽ. വേറൊരു പ്രശ്നമില്ല. അടിപൊളിയാണ്, നല്ലൊരു സംഭവമാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഇത് നല്ലൊരു എത്നിക് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് എടുത്തിട്ടുള്ളത് XL ആണ്. പ്രൈസ് വന്നിട്ടുള്ളത്
540 റുപ്പീസാണ്. സോ ആ ഒരു പ്രൈസിന് എനിക്ക് നല്ല വർത്തായിട്ട് തോന്നുന്നു. അത്യാവശ്യം ക്വാളിറ്റിയിലാണ് വന്നിട്ടത്. അപ്പോൾ നിങ്ങളൊരു എത്നിക് സ്റ്റൈലൊക്കെ ക്രിയേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് എത്നിക് സ്റ്റൈൽ കാഷ്വലായിട്ട് വെയർ ചെയ്യാനും ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നിരക്കിയ കളറുകളൊക്കെ ചുരുങ്ങി പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അടിപൊളിയാണ്. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. അടുത്തത് കാണിച്ചു. സോ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഗൗൺ ആണ്. ഇത് മിന്ത്രയിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈഡൈ പോലെയുള്ള ഒരു പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു ഗൗൺ ആണ്. സോ ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് ഒരു ഹൈ നെക്ക് പോലെ ചെറുതായിട്ട് ഇങ്ങനെ പ്ലീറ്റഡ് ഒരു ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്, കാണാൻ പറ്റില്ലേ. ദെൻ ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത് ബലൂൺ കൈൻഡ് ഓഫ് സ്ലീവ് ആണ്. സോ എൻ്റെ എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. ഇവിടെയും ഈ ഒരു ഭാഗത്തും നമുക്ക് എലാസ്റ്റിക് വരുന്നുണ്ട്. ഓക്കെ, ഭയങ്കര കുടുങ്ങിയൊന്നും കിടക്കില്ല കേട്ടോ, അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. സോ അടിയിലേക്ക് ഇങ്ങനെ ഫ്രില്ലായിട്ടാണ് വന്നിട്ടുള്ളത്. അത് നല്ല ഭംഗിയുണ്ട്, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ക്രേപ്പാണ് മെറ്റീരിയൽ, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ക്രേപ്പ് മെറ്റീരിയൽ. ഞാൻ എടുത്തു പറയാറുണ്ട്, ക്രേപ്പ് മെറ്റീരിയൽ വരുന്ന സമയത്ത് നമ്മൾ ക്രേപ്പ് എന്ന് കാണുമ്പം ചിലത് നല്ല ക്വാളിറ്റിയിലും ചിലത് അത്ര ഭയങ്കര പുവർ ക്വാളിറ്റിയിലും ആയിരിക്കും വരിക. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് നമുക്ക് ഓക്കെ ആയിട്ട് ലൈക്ക് ഞാനിത് പുവർ ക്വാളിറ്റി ആണെങ്കിൽ അത് അങ്ങനെ തന്നെ പറയാറുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസും വരുന്നുണ്ട്, അത്യാവശ്യം പ്രൈസ് വരുന്നുണ്ട്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 899 റുപ്പീസാണ് കേട്ടോ. സോ 899 റുപ്പീസിന് ഈ ഒരു ഗൗൺ വേർത്താണ്. ഷോപ്സിലൊന്നും പോയാലും നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിലുള്ളതൊന്നും ആ ഒരു പ്രൈസിന് കിട്ടില്ല. സോ ഇത് മിന്ത്രയിൽ നിന്നാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, സൈസ് എടുത്തിട്ടുള്ളത് XL ആണ്. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. ആ ഒരു നെക്സ്റ്റ് ഗൗൺ വന്നിട്ട് ഇതാണ്, അടിപൊളിയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി അടിപൊളിയാണ്, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാവും പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. അടുത്തത് കാണിച്ചു തരാം. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു നീ ലെങ്ത്തിൽ വരുന്നൊരു ഷർട്ട് ഡ്രസ്സ് എന്ന് വേണമെങ്കിലൊക്കെ പറയാം. പക്ഷെ നമുക്ക് ബട്ടൺസ് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഷർട്ട് ഡ്രസ്സ് എന്ന് വേണമെങ്കിൽ പറയാമെന്നല്ല, ഷർട്ട് ഡ്രസ്സ് തന്നെയാണ്. എൻ്റെലേക്ക് ഇങ്ങനെ ഫ്രില്ലൊക്കെ വരുന്ന ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു ഷർട്ട് ഡ്രസ്സാണ്. സോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ സ്ലീവൊക്കെ നല്ല ഭംഗിയുണ്ട്, ബലൂൺ കൈൻഡ് ഓഫ് സ്ലീവ് ആണ്. എൻ്റെ എലാസ്റ്റിക് വരുന്നുണ്ട്. സോ നെക്ക് വന്നിട്ടുള്ളത് ഒരു ചൈനീസ് നെക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഷർട്ടിൻ്റെ ബട്ടൺസ് കംപ്ലീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. ഓക്കെ, ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നതാണ്. ഓക്കെ, പിന്നെ എൻ്റെലേക്ക് ഫ്രില്ല് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ മെറ്റീരിയലും വന്നിട്ടുള്ളത് ക്രേപ്പ് മെറ്റീരിയലാണ്. സോ അത്യാവശ്യം ഞാൻ നേരത്തെ ഒരു ഗൗണിൻ്റെത് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ക്രേപ്പ് മെറ്റീരിയലാണ്. ചിലതുണ്ട് ലോക്കൽ ക്രേപ്പ്, അതുകൊണ്ടാണ് ഞാനങ്ങനെ എടുത്ത് പറയുന്നത്. ചിലത് ലോക്കൽ ക്രേപ്പിൽ വരുന്നുണ്ട്, ചിലത് നല്ല ഹൈ ക്വാളിറ്റി ക്രേപ്പിൽ വരുന്നതുണ്ട്. സോ അതിൽ പെട്ടതാണ് ഇത്, ആ ഒരു ഗൗണൊക്കെ. ഇതൊക്കെ നല്ല അടിപൊളി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ എന്തായിട്ടും വേണ്ടവർ ട്രൈ ചെയ്ത് നോക്കാം. പ്രൈസ് വന്നിട്ടുള്ളത് ജസ്റ്റ് 517 റുപ്പീസാണ്. സോ സൈസ് എടുത്തിട്ടുള്ളത് XL ആണ്. ഓക്കെ, യെസ്, 570 റുപ്പീസാണ്. XL ആണ് സൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വേണ്ടവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്, ഓൾസോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം കളക്ഷൻസൊക്കെ കാണിച്ചു തന്നു. ഇത്രയാണ് നമ്മളെ ഇന്നത്തെ കളക്ഷൻസ്. സോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം, ഞാൻ അവിടെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഡ്രസ്സസ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.